കൊറിയൻ ഡ്രാമാസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു കൊറിയൻ ഡ്രാമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ക്രിഞ്ച് റൊമാൻറ്റിക് ഡ്രാമാസ് അല്ലേ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നീ സ്ക്വിഡ് ഗെയിം കണ്ടിട്ടില്ല അതോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സ്ക്വിഡ് ഗെയിം ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും കണ്ടു, അങ്ങനെ വളരെ റെയർ ആയിട്ടേ കൊറിയയിൽ എന്തെങ്കിലും സാധനം കാണത്തുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കൊറിയൻ ഡ്രാമാസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഡ്രാമാസ് മാത്രമാണ്. ഇപ്പോൾ അത് മാറി വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു രീതിക്ക് ചിന്തിച്ച് വെക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് കൊറിയൻ ഡ്രാമാസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഡ്രാമാസോ അല്ലെങ്കിൽ ഡ്രാമാസ് മാത്രമല്ല, ഇതിനകത്ത് ത്രില്ലേഴ്സ് വരുന്നുണ്ട്, സയൻസ് ഫിക്ഷൻ വരുന്നുണ്ട്, ഫാൻറ്റസി വരുന്നുണ്ട്, ആക്ഷൻ വരുന്നുണ്ട്, കോമഡി വരുന്നുണ്ട് എന്ന് തുടങ്ങി സകലമാന ജോണേഴ്സും ആ ജോണേഴ്സിൻ്റെയൊക്കെ പല വകഭേദങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് വെറൈറ്റി എന്ന് പറയുന്ന സാധനം കാണണമെന്നുണ്ടെങ്കിൽ കൊറിയൻ ഡ്രാമാസ് കാണാം. സ്ഥിരം സംഭവങ്ങൾ കണ്ടു മടുത്തവർക്ക് തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഫീൽഡാണ് കെ ഡ്രാമാസ്. അതിന് ഞാൻ നിസ്സംശയം പറയും, ഇന്ന് ലോകത്ത് ഏറ്റവും മികച്ച കണ്ടന്റ്സ് ഇറക്കി വിടുന്നതും കൊറിയൻ ഇൻഡസ്ട്രി തന്നെയാണ്. ഇതിപ്പോൾ സിനിമയാണെങ്കിലും സീരീസ് ആണെങ്കിലും അവരെ വെല്ലാൻ ഒരു ടീം ഇപ്പോൾ ഇല്ല. കുറച്ച് കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജപ്പാൻ മാത്രമായിരിക്കും. അത്രയ്ക്കും ഗംഭീര കണ്ടന്റ്സ് ഇറക്കി വിടുന്നവരാണ്. ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ തരാം. നമ്മളെല്ലാവരും ഫ്യൂച്ചറിൽ നടക്കുന്ന സോംബി അപ്പോക്കലിപ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന സോംബി അപ്പോക്കലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങ് പാസ്റ്റിൽ, അതായത് ഒരു 1600 1700 കാലഘട്ടത്തിൽ ഒരു സോംബി അപ്പോക്കലിപ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് പീക്കസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ കൊറിയയിൽ നിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ സ്ക്വിഡ് ഗെയിം ഇറങ്ങിയത് തന്നെ അതിൻ്റെ ആ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് മേക്കിങ്ങും രീതികളും കൊണ്ടാണ്. ഇതുപോലെ ഒരുപാട് സീരീസ് ഉണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ടീച്ച് ലെസൺ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ ബുള്ളിങ്ങിനെയും അങ്ങനത്തെ കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള കൊമേഴ്ഷ്യൽ രീതിയിൽ ഒരു സാധനം ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് എന്ത് വേണമെങ്കിലും പറ്റും. നമ്മുടെ മൈൻഡിനനുസരിച്ച് നമുക്ക് കാണാൻ താല്പര്യമുള്ള സാധനങ്ങൾ അവിടെ കണ്ടിരിക്കും. നിങ്ങളുടെ ടേസ്റ്റ് എന്താണെങ്കിലും, ഈവൻ നിങ്ങൾ റൊമാൻസിനെ അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, അതായത് റൊമാൻറ്റിക് ഡ്രാമാസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഗംഭീര കണ്ടന്റ്സ് അവിടെയുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മിസ്റ്റർ പ്ലാങ്ക്ടൺ. ഇങ്ങനെ നെറ്റ്ഫ്ലിക്സിനകത്ത് നോക്കിയാൽ തന്നെ കണ്ടന്റ് കലവറയാണ് മക്കളെ അത്. ഇനി നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒന്നും കിട്ടാത്ത ഒരുപാട് അണ്ടർറേറ്റഡ് സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം മാറ്റണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിൻ്റെ ആ ഒരു ബാരിയർ എടുത്ത് പള്ളക്കെറിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സാധനം കാണാൻ തുടങ്ങുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പീക്കായിരിക്കും.